മൂസാ നബി അലൈഹിസ്സലാമും ഖളിർ അലൈഹിസ്സലാമും കൂടി രണ്ടുപേരും യാത്ര നേടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഖളിർ അലൈഹിസ്സലാമിനോടൊപ്പം കൂടുകയാണ്. രണ്ടുപേരും കപ്പലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കുരുവി വരുകയാണ് പറന്നു വന്നുകൊണ്ട്. ആ കപ്പലിൻ്റെതാകുന്ന ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുരുവി വന്നിരുന്നു. സമുദ്രത്തിലേക്ക് ചുണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൊത്തി, ഒരല്പം വെള്ളം ഇങ്ങനെ ഒന്ന് കൊത്തി കുടിച്ചു. ഒരല്പം വെള്ളം, നമുക്കറിയാമല്ലോ ഒരു കുരുവി എത്രയാണ് കുടിക്കാന്ന്. ചെറിയൊരു കുരുവി വന്നിരുന്നു കപ്പലിൻ്റെതാകുന്ന ഭാഗത്ത് അറ്റത്ത് വന്നിരുന്നിട്ട് ജലാശയത്തിലേക്ക് സമുദ്രത്തിലേക്ക് അതിന്റെ ചുണ്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കഴിഞ്ഞു. വെള്ളം കുടിക്കാൻ ബഹുമാനപ്പെട്ടതാകുന്ന ഖളിർ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞവത്രേ, യാ മൂസാ, മൂസാ നബിയേ, മൂസാ നബിയേ, എൻ്റെ അടുക്കലേക്ക് വിജ്ഞാനം നുകരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പറഞ്ഞേച്ചില്ലേ? എന്നാൽ പഠിച്ചു വെക്കണേ മൂസാ. ഇൽമി വ ഇൽമുക, ഇൽമി വ ഇൽമുക മിൻ ഇൽമില്ലാഹി തആല. എൻ്റെ ഇൽമും നിന്റെ അറിവും അല്ലാഹുവിന്റെ ഇൽമിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഈ സമുദ്രത്തിൽ നിന്ന് ഈ കണ്ടതാകുന്ന കുരുവി അതിൻ്റെതാകുന്ന ചെഞ്ചുണ്ടുകൊണ്ട് അല്പമൊന്ന് കൊത്തിയെടുത്തത് മാത്രമാണ്. ഈ വലിയതാകുന്ന ജലാശയത്തിൽ നിന്ന് കുരുവിയുടെ ചെഞ്ചുണ്ടിലേക്ക് അത് കൊത്തിയെടുത്തത് സമുദ്രത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എത്രയോ ചെറിയതാകുന്ന ജലഗണകമാണ്. ഈ ഒരല്പം ജലം മാത്രമാണ് അള്ളാഹുവിൻ്റെതാകുന്ന അപാരമാകുന്ന അറിവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അല്പമൊന്ന് കുറഞ്ഞിട്ടേ ഉള്ളൂ. അള്ളാഹുവിന്റെ അറിവ് അപാരമാണ്, അജയ്യമാണത്. സയ്യിദുനാ ഖളിർ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു അത്രേ. പഠിച്ചു വെക്കണം എന്താണ് റബ്ബിന്റെ അറിവ്. ഈ വലിയതാകുന്ന ജലാശയത്തിൽ നിന്ന് ഈ ചെറിയ കുരു വന്നുകൊണ്ട് അതിന്റെ ചെറിയ ചുണ്ടുകൊണ്ട് ഒരൊറ്റ കുത്തിൽ കൊത്തിയെടുത്തിട്ടുള്ള ഒരല്പം ജലത്തിന്റെ കണികയുണ്ടല്ലോ, അത് മാത്രമാണ് എൻ്റെ ഇൽമും നിന്റെ ഇൽമും. എന്നെ വലിയ അറിവുള്ളവനായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണല്ലോ എൻ്റെ അടുക്കലേക്ക് നിന്നെ പറഞ്ഞു വിട്ടത്. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാം. ചില വിജ്ഞാനങ്ങൾ, തത്വജ്ഞാനങ്ങൾ പഠിക്കാൻ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടതാകുന്ന പടച്ച റബ്ബിനെ മനസ്സിലാക്കണം നീ ആരാണ് എന്നുള്ളത്. എൻ്റെ അറിവും നിന്റെ അറിവും കൂടി ഈ കേവലം കുരുവിയുടേതാകുന്ന ചെഞ്ചുണ്ടിൽ ഈ വലിയതാകുന്ന ജലാശയമാകുന്ന അള്ളാഹുവിന്റെ അറിവിനോളം വരുന്ന ഇൽമിൽ നിന്ന് ഒരൽപ്പം കൊത്തിയെടുത്തത് ആ കുരുവിയുടേതാകുന്ന ചുണ്ടിൽ പതിഞ്ഞിരിക്കുന്ന ജലകണിക മാത്രമാണ്. എന്റെയും നിന്റെയും അറിവ് അള്ളാഹുവിന്റെ ഇൽമാകുന്ന ഈ സമുദ്രത്തിൽ നിന്ന് ഒരൽപ്പം മാത്രമേ അത് കൊത്തിയെടുത്തിട്ടുള്ളൂ. മനസ്സിലാക്കിൻ മൂസ എന്ന് ഖളിർ അലൈഹിസ്സലാം പറയാം. നമ്മൾ എന്ത് അറിവാ പഠിച്ചത്? അയ്യോ, മസലയൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ പള്ളിയിലെ ഖതീബ് ഇറങ്ങി ഓടണം, പള്ളിയുടെ വാതിൽക്ക് ഇരുന്ന് അങ്ങ് വിടുകയാണ്. ഒന്നും പഠിച്ചിട്ടില്ല, കിട്ടിയ അറിവ് വെച്ചിട്ട് അങ്ങ് വിടുകയാണ്. അവിടെ അങ്ങനെയല്ല മസല, അവിടെ ഇങ്ങനെയാണ്, അവിടെ വിരൽ അങ്ങനെ പൊക്കണം, യാ ഹയ്യു യാ ഖയ്യൂം എന്നാണ് ഭയങ്കര മസല പറയാ. പള്ളിയുടെ വാതിൽക്ക് ഇരുന്ന് അലിഫ് ബാ താ യാ ഫാ ഇങ്ങനെ കൊണ്ട് അക്ഷരം ഒന്ന് പറഞ്ഞു വെക്ക്. ഫാ ജീം ഹാ 28 അക്ഷരം പോലും തികച്ച് പറയൂല ഈ സദസ്സിൽ ഇരുന്നിട്ട്. പറഞ്ഞാണ് നമ്മുടെ അവസ്ഥ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൽമ്. എന്നിട്ടാണ് ഭയങ്കര വാദോരാതെ മസല പറയുന്നത്. നമ്മളൊന്നും ഒന്നും പഠിച്ചിട്ടില്ലടോ. ആദ്യം അക്ഷരങ്ങൾ പഠിക്കാൻ പറ്റും. പണ്ട് പഠിച്ച ഉസ്താദെ മാത്രമേ അതാ പറഞ്ഞത്. എല്ലാം തികഞ്ഞവനാണെന്ന് പറഞ്ഞാണ് നമ്മുടെയൊക്കെ നടപ്പ്. ഒന്നും എത്തിയിട്ടില്ല. ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. നമ്മൾ ഭൂരിഭാഗം നമ്മുടെ ആയുസ്സിൽ ഉറങ്ങിക്കളയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ, അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അവിടെയാണ് ഈ സദസ്സ് ഒരുമിച്ച് കൂട്ടിയ സംഘാടകനെ പ്രത്യേകമായി അനുമോദിച്ചത്. കാരണം ഇതിലുള്ളതാകുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കാണ് കൂടുതലും ഇൽമ കിട്ടേണ്ടത്. പുരുഷന്മാര് പള്ളിയിൽ വരുമ്പോൾ 10 മിനിറ്റ് അങ്ങനെ ഒരു നസീഹത്ത് കിട്ടലുണ്ട് കേൾക്കുന്നവർക്ക്, നേരത്തെ വരുന്നവർക്ക്. അതുകൊണ്ടാണ് പള്ളിയിലൊക്കെ ജുമായക്കും ജമാഅത്തിനൊക്കെ നേരത്തെ വരണമെന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഇൽമ നിസ്സാരമല്ല, 10 മിനിറ്റ് കിട്ടുന്ന അറിവ് നിസ്സാരമല്ല. തങ്ങൾ പറയുകയാണ്,
ഫതഅല്ലമ ആയതൻ മിൻ കിതാബില്ലാഹ് ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ മിഅത റകഅ. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തെങ്കിലും നീ പഠിച്ചാൽ 100 നമസ്കാരങ്ങളെ 100 റക്അത്തുകൾ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ മിഅത റകഅ. 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഖുർആനിൽ ഒരൊറ്റ ആയത്ത് പഠിച്ചാലെന്ന്. മാഷാ അല്ലാഹ്, ഇപ്പൊ തന്നെ എത്ര ആയത്ത് പഠിച്ചു മനസ്സിലാകുന്നുണ്ടോ? 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ത്? ഖുർആനിൽ ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ഈ സദസ്സിലിരുന്നാൽ കിട്ടുന്ന നേട്ടം ചെറുതാണോ? ഇപ്പൊ തന്നെ എത്ര ആയത്ത് പഠിച്ചു? അള്ളാഹു കബൂലാക്കട്ടെ. ഹദീസാണിത്, നബി തങ്ങൾ പറഞ്ഞതാണ്. قال رسول الله صلى الله عليه وسلم وَلَأَنْ تَغْدُوَا فَتَعَلَّمَا بَابًا مِنْ عِلْمِ اللَّهِ خَيْرٌ لَكَ مِنْ أَنْ تُصَلِّيَ 1000 رَكْعَةٍ. പരിശുദ്ധമായ ദീനിൽ നിന്ന് ഒരു ഭാഗമോ ഒരു വാതലോ, പരിശുദ്ധമായ ദീനിൻ്റെതാകുന്ന ഒരു ബാബോ കേവലം ഒരല്പമെങ്കിലും പഠിച്ചാൽ 1000 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 1000 റക്അത്ത് നിസ്കരിക്കാൻ മഹത്വമാണ്. നിങ്ങളിപ്പോ ഇരിക്കുന്നതായ 1 മണിക്കൂർ ഇരുന്ന സമയമൊന്ന് മനസ്സിലാക്കി. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇൽമിന്റെ ഒരു ഭാഗം പഠിക്കുക. ഒരു സദസ്സിൽ ഇരുന്നിട്ട് പോകുമ്പോഴാണല്ലോ കുറച്ച് കിട്ടുകയാണ്. എത്ര റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്? പറയും, നിങ്ങൾ തന്നെ പറയും. ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ 1000 റക്അത്തിൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. സാര കാര്യമല്ല ഇൽമിന്റെ മജ്ലിസ് എന്ന് പറയുന്നത്. മനസ്സിലായിക്കോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഇൽമിന്റെ വഴിത്താരയിലേക്ക് നമ്മൾ മക്കളെ പറഞ്ഞു വിടണമെന്ന് പറയുന്നത്. മക്കളെ ഇൽമിന്റെ വഴിയിലേക്ക് പറഞ്ഞു വിടണം. 2 തരം ഇൽമുണ്ട്, ഭൗതികവുമുണ്ട് ആത്മീയവുമുണ്ട്. നമ്മൾ മദ്രസയിൽ വിടുന്നതും ദറസിൽ വിടുന്നതും ഹിഫ്ളിനും അതുപോലെ തന്നെ ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അറബി കോളേജിലും ഒക്കെ വിട്ട് ബിരുദവും ബിരുദാനന്തരവും ഒക്കെ എടുത്ത് നല്ലൊരു ബിരുദം കരഗതമാക്കി മക്കൾ വന്നാൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷാണ്. അത് ആത്മീയമായ അറിവിന്റെ വഴിത്താരയാണ്. ആത്മീയമായ അറിവ് നേടാൻ പല വഴികളുണ്ട്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഇൽമിന്റെ മജ്ലിസുകൾ അതൊരു ഭാഗമാണ്. യൂട്യൂബിലൂടെ ഇപ്പോൾ കിട്ടുന്ന ധാരാളം അറിവുകളുണ്ട്. ഇഷ്ടംപോലെ പ്രഭാഷകരുണ്ട്. നല്ല നല്ല അറിവുകൾ സ്വായത്തമാക്കാൻ പറ്റും. അതിൽ നല്ല രീതിയിലുള്ള അറിവുകൾ പറയുന്നവരെ മനസ്സിലാക്കി തിരഞ്ഞെടുത്ത് നല്ല അറിവുകൾ സ്വായത്തമാക്കി സുന്നികളാകുന്ന ഉസ്താദുമാരുടെ അറിവുകൾ നമ്മൾ കേൾക്കിൻ, മനസ്സിലാക്കിൻ. എത്രയോ സൗകര്യമുണ്ട് അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും വീടുകളിൽ തന്നെ സൗകര്യം അള്ളാഹു ചെയ്തു തന്നിരിക്കാൻ. ദിവസം തന്നെ എത്ര അറിവ് സ്വായത്തമാക്കാം. അങ്ങനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. മുടങ്ങാതെ അത്തരത്തിലുള്ള ഇൽമിന്റെ മജ്ലിസുകൾ പങ്കെടുക്കുന്നവരുമുണ്ട്. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അതല്ല, ഒരു ഭാഗത്ത് യൂട്യൂബിലൂടെയും മറ്റും അശ്ലീലതകളെ കണ്ടുകൊണ്ട് തന്റെ ജീവിതത്തെ മുതലാക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളുണ്ട് എങ്കിൽ അവരും അത്തരത്തിലുള്ളതാകുന്ന വഴിത്താരയിലേക്ക് പോകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഭൗതികമാകുന്ന അറിവുകൾ സ്വായത്തമാക്കി അങ്ങനെ പോകുന്നവരുണ്ട്. ഒരു ഫുഡിൻ്റെതാകുന്ന ഒരു ഇത് കണ്ടാൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുക, ഇറച്ചിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കും, മലബാർ ഫുഡുകൾ എങ്ങനെ നമ്മുടെ തീന്മേശയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കഠിന പരിശ്രമത്തിലാണ് സഹോദരിമാരൊക്കെ. വ്യത്യസ്തമാകുന്ന നല്ല കടികൾ എങ്ങനെ ഉണ്ടാക്കാം, റമദാനിൽ വരുമ്പോൾ വ്യത്യസ്തമായ കടികൾ അല്ലേ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്. നല്ലതാണ്, ഇതൊന്നും പഠിക്കേണ്ടതല്ല, അതൊക്കെ ഭൗതികമായ ഒരു അറിവാണ്. അതിന്റെ പിറകെ തന്നെ നിലകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളതാകുന്ന കൊമേഡിയൻ താരങ്ങളുടേതാകുന്ന ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അവർ കാണിക്കുന്നതായ പേക്കൂത്തുകളും അശ്ലീലതൊക്കെ കണ്ണുകൾ വെറുതെ ചെലവഴിക്കുക. ഒരു ഗുണവും ദുന്യാവിനും ഇല്ല, ആഖിറത്തിനും ഇല്ല. നമ്മുടെ സമയം ഒന്നില്ലെങ്കിൽ ദുന്യവിയായ ഖൈറിന് വേണ്ടി വിനിയോഗിക്കണം, അതല്ലെങ്കിൽ പരമാവധി ആഖിറത്തിന് വേണ്ടി ഉപയോഗിക്കണം. ദുന്യാവിൽ തന്നെ ഹൈറുള്ള വിഷയങ്ങളുണ്ടല്ലോ, നല്ല നല്ല പഠന ഉപകരണങ്ങൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എത്രയോ ഇൽമുകൾ, ഭൗതികമാകുന്ന അറിവുകൾ പഠിപ്പിക്കുന്ന കലാലയങ്ങൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഓൺലൈനായി തന്നെ കാര്യങ്ങൾ പഠിക്കും, ഭൗതികമായ അറിവുകൾ നേടട്ടെ. എന്നാലും അവന്റെ നമസ്കാരം ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. മൊബൈൽ എന്ന വില്ലനെ നമ്മൾ ഏറ്റവും നല്ലതുപോലെ തിരിച്ചറിയണം. ഈ അടുത്ത് 8 വയസ്സുള്ളതാകുന്ന ഒരു കുട്ടി നമ്മൾ കണ്ടില്ലേ, തൃശ്ശൂർ ജില്ലയിലല്ലായിരുന്നു, ഓർമ്മയില്ലേ? എവിടെയാണ് ആ കുട്ടിയുടെ സ്ഥലം? എവിടെയാണ് താങ്കൾ? ആണെന്ന് തോന്നുന്നു.
ഈ അടുത്തൊരു 8 വയസ്സുള്ളൊരു കുട്ടി മരണപ്പെട്ടു പോയി, നിങ്ങൾ കണ്ടില്ലേ? മൊബൈൽ പൊട്ടിത്തെറിച്ചിട്ട്. വായിച്ചില്ലേ ആരും? ഞങ്ങൾ ആരും മൊബൈൽ ഉപയോഗിക്കുന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമുക്ക് അത്തരത്തിലുള്ളതാകുന്ന ക്രാഷുകൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ വേദനാജനകമാണ്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും കുട്ടികളുടെ മരണം വല്ലാത്ത വിഷമമുണ്ടാക്കുന്നതാണ്, മാനസികമായ വിഷമമാണ്. അള്ളാഹു കുടുംബത്തിന് സമാധാനം നൽകുമാറാവട്ടെ, ശാന്തി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മൊബൈലിൻ്റെതാകുന്ന ഉപയോഗം വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അത് കമ്പനിയാണെങ്കിലും അല്ലാത്താണെങ്കിലും ഏത് കമ്പനിയാണെന്ന് പറഞ്ഞാലും ആ മൊബൈൽ വളരെ കൂടുതൽ സമയങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബാറ്ററി ചൂടാവുകയും ഹീറ്റിംഗ് ഉണ്ടായി രാസപ്രവർത്തന നിമിത്തമായിട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. സ്വാഭാവികമാണ്. അപകടങ്ങൾ ഉണ്ടായാൽ വളരെ പ്രയാസകരമാണ്, വളരെ പ്രയാസകരമാണ്. അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നൽകുമാറാവട്ടെ. മരണം സുനിശ്ചിതമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം കിട്ടാൻ നമ്മൾ ഒരല്പം ഒന്ന് സമയം ശ്രദ്ധിക്കണം. മക്കൾക്കൊക്കെ കൊടുക്കുന്നത് ഒന്ന് ഏകീകരിക്കണം, സമയത്തെ ഒന്ന് ക്രമീകരിക്കണം. 24 മണിക്കൂർ മക്കൾക്ക് ഇപ്പം മൊബൈലാണ്. എപ്പോഴും കുട്ടികളെ സൈലന്റ് ആയിരുത്താൻ മാതാപിതാക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യത. മൊബൈലും കൊടുത്താൽ പിന്നെ വീട്ടിൽ കുട്ടികളുണ്ടെന്ന് അറിയത്തില്ല, ഒരു മൂലയ്ക്ക് പോയിരിക്കുകയാണ്. കുട്ടികൾ വളരെ സൈലന്റാണ്. അപ്പോൾ ആപ്പാക്കും അമ്മാക്കും ശല്യമൊന്നുമില്ല, റാഹത്തായിട്ട് അവർക്ക് അവരുടെ പരിപാടികളൊക്കെ നടക്കും. എല്ലാം റാഹത്താണ്, ഒരു കുഴപ്പമില്ല. കുട്ടികളെ കൊണ്ടൊരു ശല്യമില്ല. കുട്ടികളെ ഒതുങ്ങി പോകണമെങ്കിൽ മൊബൈൽ കൊടുത്ത് വിടുകയാണ് ഒരു മൂലയ്ക്ക് വിട്ട്. അപ്പോൾ പിന്നെ കുട്ടികൾ ആ ഭാഗത്തോട്ട് വരൂല, തിരിഞ്ഞു വരൂല. എന്താണ് അവസ്ഥ? നമ്മുടെ വീടുകളിലേക്ക് അവസ്ഥ എന്താണ്? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ചെറിയ കുട്ടികൾ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് മൊബൈൽ ഉപയോഗിക്കുകയാണ്. തോണ്ടി ഇങ്ങനെ തരികയാണ്. ഇത് തരുമ്പോൾ അപ്പോൾ ഭയങ്കര ഇജ്ജത്ത് പറച്ചില്ല. എൻ്റെ മോനെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കണ്ടില്ല അവനെ യൂട്യൂബ് എടുക്കുന്നുണ്ടോ? എല്ലാം എടുത്ത് അല്ല തോണ്ടി 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 പോവാൻ. പാപ്പാക്ക് ഭയങ്കര ഇജ്ജത്തായി കണക്കാക്കുകയാണ്. തോണ്ടി തോണ്ടി അശ്ലീലമായ ലോകത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ചിന്ത പോലും നമ്മൾ വെക്കുന്നില്ല. പലതും ലോക്ക് ചെയ്യാൻ വാപ്പായും ഉമ്മായും വിട്ടുപോയി. നമ്മൾ ചെയ്യുന്ന ലോക്കുകൾ പോലും പാറ്റേൺ ലോക്കും എല്ലാ ലോക്കും അഴിക്കുന്ന മക്കളായി ഇന്നത്തെ മക്കൾ മാറിയിരിക്കുന്നു. വാപ്പ എങ്ങനെ കറക്കി കുത്തിയാലും മകൻ അതിനേക്കാൾ വലിയ റാത്തി പോകുന്നവരാണ്. കറക്കി കുത്തിയും കെടുക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആണ് അല്ലേ? ശരിയല്ലേ? മക്കൾ ഭയങ്കര വിരുത് പിടിച്ചവരാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. മക്കൾ നമ്മളിൽ നിന്ന് പലതും മറച്ചു പിടിക്കാൻ ലക്ഷ്യം വെക്കാൻ. അങ്ങനെ മറപിടിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കിയ എത്ര ആളുകൾ നമുക്ക് പരിചയമുണ്ട്. എത്ര ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം ഗർഭം പോലും മറച്ചു വെച്ചതാകുന്ന മലപ്പുറത്തെ ഒരു യുവതിയുടെ സംഭവം നമ്മൾ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. 9 മാസം 10 ദിവസവും ഗർഭം ചുമന്ന് നിലകൊണ്ടു. തന്റെ മാതാപിതാക്കൾ തൊട്ടപ്പുറത്ത് റൂമിലുണ്ട്. അവരെ അറിയിക്കാതെ രഹസ്യമായി മറപിടിച്ച് അവസാനം ഗർഭം ചുമന്ന കുഞ്ഞിനെ സ്വന്തമായി യൂട്യൂബ് എന്ന് പറയുന്ന മൊബൈൽ എന്ന് പറയുന്ന വില്ലനിലൂടെ യൂട്യൂബ് ഡൗൺലോഡ് ചെയ്ത് ആ യൂട്യൂബിലൂടെ വീഡിയോ കണ്ടുകൊണ്ട് സ്വന്തമായി എങ്ങനെ പ്രസവം എടുക്കാമെന്ന് മനസ്സിലാക്കി വീടിന്റെ അകത്തളങ്ങളിൽ മറ്റൊരാളുടെയും സഹായമില്ലാതെ പരസഹായമില്ലാതെ ഒരു കത്രി കൊണ്ട് സ്വന്തം ഗർഭമെടുക്കുകയും അവസാനം കത്രി കൊണ്ട് പൊക്കിൾ കുടി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യാണ്, മുറിച്ചു കളയാൻ. 3 ദിവസങ്ങൾ കഴിഞ്ഞ് ഉറങ്ങിക്കടന്നതാകുന്ന ആ കുട്ടി ചോര പൈതലിന്റെ കരച്ചിൽ തൊട്ടപ്പുറത്ത് റൂമിൽ നിന്നുകൊണ്ട് മാതാവ് കേൾക്കുമ്പോ 19 വയസ്സുള്ളതാകുന്ന പെൺകുട്ടി പ്രസവിച്ചിട്ട ചോര പൈതലിന്റെ കരച്ചിൽ തൊട്ടപ്പുറത്ത് റൂമിൽ നിന്നുകൊണ്ട് കേട്ടതാകുന്ന ഉമ്മ റൂം തുറന്നു നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട 19 വയസ്സുള്ള മകളോടൊപ്പം ചേർന്ന് കിടക്കുന്നത് ഒരു ചോര പൈതലാണ്. ഏതാണ് ഈ കുട്ടി? 3 ദിവസമായി പ്രസവിച്ച്. ആര് പ്രസവിച്ചു? സ്വന്തം മകൾ പ്രസവിച്ചിട്ടു. 9 മാസം ഗർഭം ചുമന്നത് തൊട്ടപ്പുറത്ത് റൂമിലിരുന്ന ഉമ്മ അറിഞ്ഞിട്ടില്ല, പ്രസവിച്ചിട്ടതും ഉമ്മ അറിഞ്ഞിട്ടില്ല. മറ പിടിക്കാനാണെങ്കിൽ മക്കൾ മാതാപിതാക്കൾ നിന്ന് വരെ മറ പിടിക്കും. അതാണ് ഈ പറഞ്ഞതിന്റെ ആശയം. എവിടെ നടന്ന? അമേരിക്കയിലെ അല്ല, നമ്മുടെ നാട്ടിൽ നടന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിനെന്ത് വേണം? നമ്മൾ മക്കളായിട്ടൊരു ബന്ധം വേണം. ആ ബന്ധങ്ങൾ ഇന്ന് വിള്ളലായിപ്പോയി, വല്ലാതെ അകൽച്ചയായിപ്പോയി. അതാണ് പറ്റിപ്പോയത്. നമ്മൾ ചെറുപ്പം മുതലേ മക്കളോട് ഒരു താല്പര്യമില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3 കാര്യങ്ങളാണ് മക്കളിൽ ശ്രദ്ധിക്കേണ്ടത്. 1, അഫെക്ഷൻ വേണം, മക്കളോട് നല്ല സ്നേഹം വേണം. 2, മക്കൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം, നല്ല രീതിയിലുള്ള സംരക്ഷണം നൽകണം. 3, ഇതിനപ്പുറം ഡയറക്ഷൻ നൽകണം. മക്കൾക്ക് നേർരേഖ കാണിച്ചു കൊടുക്കണം, വാപ്പായും ഉമ്മായി കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് പിഴച്ചു പോയ നമ്മുടെ കാര്യത്തിലല്ല, നമ്മുടെ കയ്യിലല്ല, റബ്ബ് വിചാരിക്കുന്നില്ല. കാണിച്ചു കൊടുക്കണം. നമ്മൾ കാണിച്ചു കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല.
അതാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത് 3 രീതിയിൽ. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്റെ മക്കളെ 7 വയസ്സ് വരെ ലഅബുഹും സബഅ, അവരോട് നീ കളിതമാശകൾ ഏർപ്പെട്ടുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കണേ എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. 7 വയസ്സ് വരെ മക്കളെ ക്രൂശിക്കരുതേ, പ്രയാസപ്പെടുത്തരുതേ, അവരെ വേദനിപ്പിക്കരുതേ, ദുഃഖിപ്പിക്കരുതേ. 7 വയസ്സ് വരെ മക്കളോട് കളിച്ചും രസിച്ചും നിങ്ങൾ കൂടണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 7 വയസ്സ് വരെ മക്കളോട് ആ രീതിയിൽ തന്നെ നിലകൊള്ളണം. അതിനിടയിൽ മക്കൾക്കുണ്ടാകുന്ന കുസൃതികൾ കാണും, അത് നമുക്കറിയാം. നമ്മൾ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. നേരത്തെ പറഞ്ഞ മൊബൈൽ അഡിക്ഷൻ ആക്കരുത്. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് 24 മണിക്കൂർ മൊബൈൽ നമ്മുടെ നെറ്റിമേൽ ഒട്ടിച്ചു വെച്ചിട്ടാണ് സ്പൂൺ വെച്ച് തള്ളുന്നത്. മഞ്ഞപ്പുല്ല് കൊടുക്കുന്നു, വാറ്റപ്പുല്ല് കൊടുക്കുന്നു, എല്ലാം ഇങ്ങനെ കൊടുക്കുമ്പോഴും നെറ്റിയിൽ ഈ സാധനം ഇരിപ്പുണ്ട്. ചെറുപ്രായത്തിൽ ഇത് കൊടുക്കാൻ അങ്ങനെ ആകാൻ പാടില്ല. അതിനൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം. സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൊബൈൽ കൊടുക്കാന്നാകരുത്. അതാണ് മനസ്സിലാക്കി. ചിലർ അങ്ങനെ കരുതുന്നത്. ഉസ്താദ് സ്നേഹിക്കാൻ പറഞ്ഞ് നാം മോനെ ടാബ് വെച്ചോ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതല്ല, മക്കളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അത് തന്നെ എല്ലാം ചെയ്തു കൊടുക്കണമെന്ന അർത്ഥത്തിലല്ല. കാണുന്ന മക്കൾ ആവശ്യപ്പെടുന്നത് മുഴുവനും കൊടുക്കുക. പാപ്പ എനിക്ക് അത് വേണം, ഇത് വേണം, കിൻഡർ ജോയ് വേണം, റോക്കറ്റ് മിഠായി വേണം. പാപ്പായ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഉടനെ ഇതല്ല ലേസ് വേണം. ഇതെല്ലാം കാണുന്നെല്ലാം മക്കളിങ്ങനെ പറയും. എല്ലാം കൂടെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക. യൂസുഫലിയാണോ അപ്പാക്ക് 5 വയസ്സ് ഇല്ല. എന്നിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഭയങ്കര സ്നേഹം കൊടുക്കുക. എൻ്റെ മക്കളെല്ലാം നല്ലപോലെ വളരട്ടെ. എടാ, നീ എത്ര വലിയ സമ്പന്നനാണെങ്കിലും മക്കൾക്ക് കൊടുക്കുന്നതിൽ ഒരു കൃത്യത വെക്കണം. അവര് നന്നാവാനാണത്. 30% 100-ൽ നൽകാവുള്ളൂ. 70% ഇല്ല എന്ന് പറയാൻ പഠിക്കണം. അതില്ല, ഇപ്പൊ അങ്ങനെയില്ല. അപ്പൊ മക്കൾക്ക് ഒരു നിയന്ത്രണം സ്വന്തം ജീവിതത്തിൽ വരികയാണ്. സ്വന്തമായി ജീവിക്കണമെന്നും സമ്പാദിക്കണമെന്നുള്ള ഒരു ചിന്ത മനസ്സിലൊരു ത്വര രൂപപ്പെട്ടു വരാൻ. കാണുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ 1 എടുക്കാൻ പോയതാണ്. എടുത്തോണ്ട് വരുമ്പോ എത്ര എണ്ണം എടുക്കുന്നത്? 5 എണ്ണം. നമ്മുടെ മോളല്ലേ, ആണോ അല്ലയോ? നമ്മൾ ഭയങ്കര ഇഷ്ടം കൊണ്ട് കാണിക്കുന്നതാണ്. ചെയ്യരുത്. കാരണം അത് ചെയ്താൽ പോലും 2 ആഴ്ച കഴിയുമ്പോൾ ഭാര്യ എന്ത് പറയും? നിങ്ങൾ ജീവിതത്തിൽ ഒരു ഉടുപ്പ് പോലും കുട്ടിക്ക് എടുത്തു കൊടുത്തിട്ട്. അങ്ങനെ പറയുന്ന പെണ്ണുങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉണ്ടെന്ന് ഇവിടുന്ന് തന്നെ വന്നു ചെയ്തെന്ന് തന്നെ ആളുകൾ പറയുന്നു. അള്ളാഹു നമ്മളെ സാരിഹ്യങ്ങൾ ചേർക്കട്ടെ. 2 ആഴ്ച കഴിയുമ്പോഴേ തന്നെ പറയുകയാണ് പെണ്ണുങ്ങൾ, നിങ്ങൾ ഇന്ന് വരെ എന്തും എടുത്തിട്ടില്ല, കുട്ടികൾക്ക് ഒരു ഉടുപ്പ് പോലും എടുത്തു കൊടുത്തിട്ടില്ല. അപ്പൊ 5 എണ്ണം ഒരുമിച്ചെടുത്തതിന്റെ പ്രശ്നമാണത്. നേരെ മറിച്ച് ഒരെണ്ണം എടുത്തു കൊടുത്ത്, ചെറിയ പെരുന്നാളിനൊന്നും എടുത്തു കൊടുത്ത്, വലിയ പെരുന്നാളിന് വാ അടുത്തൊരു ഉടുപ്പ് തരാം. മാഷാ അല്ലാഹ്. റബീഉൽ അവ്വൽ ആവുമ്പോ വാ അടുത്ത് 3ാമത്തെ ഉടുപ്പ്. റമദാൻ വരുമ്പോ അടുത്തത് വാ 4ാമത്തെ ഉടുപ്പ്. സംഭവം റാഹത്തായോ അല്ലയോ? നമുക്കെല്ലാവർക്കും ആവശ്യത്തിന് വാപ്പ എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. മറ്റേത് 5 ഉടുപ്പിട്ട് 5 ദിവസം ഇട്ടിട്ട് ഹറാബ് നശിച്ച്. അടുത്ത വലിയ പെരുന്നാളായപ്പോൾ വാപ്പായെ പിടിക്കുകയാണ് ഹൽക്കിന്. ഒന്നില്ലെങ്കിൽ വേഗം വാങ്ങിച്ചു തരണം, ഇല്ലേ വാപ്പായെ പോത്തിനൊപ്പം ഇറക്കും. അള്ളാഹു ആക്കട്ടെ. ആണോ അല്ലയോ? ബഹളാണ്. നമ്മളെ ഓവറാക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. അത് അവന്റെ കൂട്ടുകാർക്കും നോവുണ്ടാക്കും മനസ്സിൽ. കാരണം നമ്മുടെ മക്കൾ കൊണ്ടുപോയി മറ്റുള്ള കൂട്ടുകാരോട് അഭിമാനം കാണിക്കാൻ വേണ്ട. അപ്പൊ എനിക്ക് ഇതേ എടുത്ത് കുട്ടികൾ അങ്ങനെയാണ്. എത്ര മറ്റുള്ളവരെ കാണിക്കേണ്ടെന്ന് പറഞ്ഞാലും കുട്ടികൾ അത് പറയും, കാണിക്കും, അയൽവക്കക്കാരോട് പറയും. ഇവിടെ നടക്കുന്ന വിഷയങ്ങളൊക്കെ അപ്പുറത്ത് പോയി പറയും. അപ്പുറത്ത് നടക്കുന്ന വിഷയങ്ങൾ ന്യൂസുകൾ ഇങ്ങോട്ട് തന്നില്ലെങ്കിലും ഇവിടെ നടക്കുന്നത് അങ്ങോട്ട് പോയി പറയും. അതാണ് കുട്ടികളുടെ ഒരു രീതി. ചെറിയ കുട്ടികൾ ആണോ അല്ലയോ? ആണ്. അതുകൊണ്ടെന്ന് വേണം. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅബുഹും സബഅ, 7 വയസ്സ് വരെ മക്കളോട് ക്രൂരമായ സമീപനം അരുതേ. അവരോട് കളിച്ചും രസിച്ചും നിങ്ങൾ നിലകൊള്ളണേ. അലി റളിയല്ലാഹു അൻഹു. ആ സമയത്ത് മക്കളെ പ്രയാസപ്പെടുത്തരുത്. റമദാനിൽ, ഈ കഴിഞ്ഞ റമദാൻ എന്ന് പറയുന്നത് മാർച്ചിലും മെയ്യിലും ഒക്കെ ആയിട്ട് അതികഠിനമായ ചൂടിന്റെ സമയത്തായിരുന്നു. അപ്പോഴും ചില ആളുകൾ 3 വയസ്സുള്ള 4 വയസ്സുള്ള കുട്ടികളെ നോമ്പുപിടിപ്പിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിക്കിടുക. പിള്ളേര് നമുക്ക് തന്നെ വയ്യ, പ്രായമുള്ളവർക്ക് തന്നെ. അപ്പൊ കുട്ടികളുടെ അവസ്ഥ എന്താ? ദാഹിക്കുന്നു, നിക്കടാടെ, എനിക്ക് നോമ്പ് മുറിക്കല്ലേ, കുറച്ചു നേരം കൂടെ ഇരിക്കും. AC ഒക്കെ ഇട്ട് കൊടുക്കാനോ, ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുക. 2 മൊബൈലൊക്കെ വെച്ച് കൊടുക്കാണ്. വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും ഇത് കണ്ടിട്ട് എങ്ങനെയും പിടിച്ചിട്ടിട്ട് വൈകുന്നേരം ഇവൻ തളർന്ന് ഒരു വിധത്തിൽ മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുമ്പോൾ ഇച്ചിരി കുടിച്ചിട്ട് കടന്നുറങ്ങുമ്പോൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുകയാണ്. ഉമ്മ, എൻ്റെ മകൻ ഇന്നവന് നോമ്പായിരുന്നു. മകൻ ഇടങ്ങേറ്, ഉമ്മാക്ക് ഇസ്സത്ത്. നാട്ടുകാരെ മുഴുവൻ കാണിക്കുക. 3 വയസ്സുള്ള മകനെ നോമ്പ് പിടിപ്പിച്ചിട്ട് ഇസ്സത്ത് എടുക്കുക. നിങ്ങൾ പിടിക്കുക. കുറച്ച് ശവ്വാൽ നോമ്പ് 6 എണ്ണം ഉണ്ട്, പിടിച്ചായിരുന്നു ഉമ്മ. ഒന്ന് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ആരെങ്കിലും പിടിച്ച
അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിള്ളേരെ പിടിപ്പിക്കുകയാണ്, ഇടങ്ങേറാക്കണം. ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സുന്നത്ത് നോമ്പ് ശവ്വാലിൽ 6 ഉണ്ട്. പിടിച്ചവർ എത്ര പേർ? അതൊന്നും നമ്മൾ ആരും പിടിക്കുന്നില്ല, അതിനൊരു താല്പര്യം കാണിക്കുന്നില്ല. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുത്താണ്. 7 വയസ്സെത്തുമ്പോഴാണ് നോമ്പ് പിടിക്കാൻ വേണ്ടി മക്കളോട് പറയണത്. 7 വയസ്സ് മുതൽ 10 വയസ്സെത്തുന്നത് വരെയാണ് മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടതും. 10 വയസ്സെത്തിയിട്ട് നിസ്കരിച്ചില്ല എങ്കിൽ, നോമ്പ് പിടിച്ചിട്ടില്ല എങ്കിലാണ് പരിശുദ്ധമായ ദീന് മുറിവ് പറ്റാത്ത നിലയിൽ അടി കൊടുക്കാൻ വേണ്ടി പറയുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമാണ് വിശുദ്ധമായ ദീൻ. നീ മക്കളുടെ ഹൃദയത്തിലേക്ക് പ്രയാസം കൊടുക്കാൻ ഈ ദീനിനെ തക്ലീഫ് ഇടുകയാണ്, ശാസന കൊടുക്കാൻ. ദീൻ എന്ന് പറഞ്ഞാൽ കുടുസാക്കി മക്കളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കാൻ. പിന്നെ അങ്ങനെ മക്കൾ നിരീശ്വരവാദിയാകാതിരിക്കും, പിന്നെ അങ്ങനെ മക്കൾ യുക്തിവാദിയാകാതിരിക്കും. കാരണം അള്ളാഹുവിനെ ഭീകരനായി ചിത്രീകരിക്കാൻ ഇവിടെ 3 വയസ്സുള്ള 4 വയസ്സുള്ള കുട്ടിയെ നോമ്പ് പിടിച്ച് പ്രയാസപ്പെടുത്തിയിട്ട് സ്റ്റാറ്റസ് ഇടുമ്പോ അനിയത്തിയുടേതാകുന്ന ഹൃദയത്തിൽ നോവ് വരികയാണ്. കാരണം എന്താ? എന്റെ ജ്യേഷ്ഠത്തിയുടെ കുട്ടി നോമ്പ് പിടിച്ചിട്ടുണ്ട്, അപ്പേടാ നാളെ നീ നോമ്പ് പിടിക്കണം കേട്ടോ. പിന്നെ അവനെ ഇടങ്ങേറാക്കാൻ തുടങ്ങി. നമ്മളെന്തിനാ വലിയാടാക്കുന്നു? അല്ലെ, നീ നാളെ നോമ്പ് പിടിക്കണം. അപ്പുറത്ത് അവനൊക്കെ പിടിച്ചിട്ടുണ്ട് മറ്റവൻ, അവനിപ്പോ 3 നോമ്പ് പിടിച്ചു. നീ ഇങ്ങനെ നടന്നേ, 3 വയസ്സായിട്ടില്ല. പിറ്റേ ദിവസം അവനെ പിടിച്ച് ഹൽക്കിൽ പിടിച്ച് രാവിലെ അത്താഴത്തിന് എഴുന്നേൽപ്പിച്ച്, രാവിലെ പിള്ളേർ നല്ല ഉറക്കമല്ലേ, വല്ലതും കഴിക്കാൻ തന്നെ പറ്റൂല. അപ്പം നല്ല 3 പൊറോട്ട റാഹത്ത്, കോഫി, ഇടിയപ്പം, പൊറോട്ടി, പത്തിരി, അപ്പം, ദോശ, പൊട്ട്, ഇറച്ചി, മുട്ടോസ്, കിഴങ്ങര്, കേക്ക്, മുറുക്ക, അച്ചപ്പം, നെയ്യപ്പം, ഉബിയാൻ എല്ലാം അടിച്ച് ഫിറ്റായി. പാപ്പ നല്ല റാഹത്തായി, ഉമ്മായി നല്ല റാഹത്തായി. പിള്ളേർക്ക് ഈ ഉറക്കച്ചടവ് കൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല. വെള്ളമൊക്കെ കുടിച്ച് പിള്ളേരെ കടന്ന് 11 മണിയാകുമ്പോൾ സാധാരണ കുട്ടികൾ എഴുന്നേറ്റിട്ട് വിശക്കുന്നു തുടങ്ങി. കുട്ടികൾ AC തന്നെ ഇട്ട് കൊടുത്ത് റൂമിൽ ഇരുത്തി പാട്ട് ഇട്ട് കൊടുത്ത് വൈകുന്നേരം വരെ അവിടം വരെ ഇരുത്തി കുട്ടികളെ കൊണ്ട് എങ്ങനെയെങ്കിലും നോമ്പ് പിടിപ്പിച്ചിട്ട് എന്നാ തിരിച്ചൊരു സ്റ്റാറ്റസ്, പിടിച്ചോ ഇവിടെ നോമ്പ് പിടിച്ചിട്ടുണ്ട്. ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്. ആരെയാണ് ഇസ്സത്തെടുക്കുന്നത്? ഉമ്മായും വാപ്പായും ഇസ്സത്തെടുക്കാണ്, ചെറിയ കുട്ടികളെ ഇടങ്ങേറാക്കാൻ. നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതൊന്നും ദീനിൽപ്പെട്ടതല്ല. അതാ ഞാൻ പറയാം, നിങ്ങൾ സ്വന്തമായിട്ട് കണക്ക് കൂട്ടിയ. നേരെ മറിച്ച് ആ കുട്ടിയെ പിടിപ്പിച്ചു, തെറ്റില്ല. ളുഹർ ബാങ്ക് വിളിച്ചപ്പോൾ കുട്ടികളോട് പറയാം, മക്കള് മുമ്പുറങ്ങും. കാരണം പ്രായം എത്തിയിട്ടില്ല, അവരെ ഇടങ്ങേറാക്കി. അതൊരു പരിശീലനം എന്ന നിലയ്ക്ക്. ചില കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ ഇടത്താഴം കഴിക്കാൻ എഴുന്നേക്കും, അത്താഴത്തിന് കുട്ടികളും എഴുന്നേക്കും, ഞങ്ങളും ഉണ്ടെന്ന് അവരും എഴുന്നേറ്റ് വരും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചായ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ അല്പം വെള്ളം കൊടുത്തവരത് കുടിച്ചു. ഉച്ചവരെ അവർ നിലകൊണ്ട് വിശപ്പും ദാഹവും പറയുമ്പോൾ അത് കൊടുക്കും. ഒരു ളുഹർ ബാങ്ക് വരെ നമ്മൾ നിർത്തി. 2-3 വയസ്സ് കഴിഞ്ഞ് ഒരു 5 വരെ എത്തി, അവനെ അസർ വരെ നിർത്തി. അവൻ അതുകൊണ്ട് നിൽക്കാൻ തയ്യാറാണ്, ആയിക്കോട്ടെ. 7 വയസ്സെത്തുമ്പോൾ റാഹത്തായിട്ട് അവൻ പിടിച്ചിരിക്കും, ഉറപ്പാണ്. കുട്ടികൾ അങ്ങനെയാണ് തർത്തീബ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഫസ്റ്റിൽ തന്നെ എടങ്ങേറാക്കി അവനെ പിടിപ്പിച്ചാൽ പിന്നെ അവൻ ഏതുപോലെയാകും? ഇന്നും 15 വയസ്സ് കഴിഞ്ഞാൽ ചിലർ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോയിട്ട് മുഖം കഴുകിയിട്ട് വരും. എന്നിട്ടിങ്ങനെ പതുക്കെ. എന്താ സംഭവം? ഇവനെ ഈ 3 വയസ്സുള്ളപ്പോൾ പിടിപ്പിച്ചതാ. അവൻ ഇപ്പോഴും തന്നെ പരിപാടി. ഇടയ്ക്കിടയ്ക്ക് പോയി മുഖം കഴുകുക, ഒന്നും എടുക്കാൻ പോകുന്നു. സാറേ ഒന്ന് തുപ്പാൻ പോണായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. ഉള്ളിലോട്ട് സാറേ വെളി. നോമ്പ് പിടിച്ചാൽ പിന്നെ തുപ്പണമെന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അന്യമതത്തിൽപ്പെട്ട ടീച്ചർമാർക്കൊന്നും അറിയില്ലല്ലോ, അവർക്ക് മസാല പറഞ്ഞു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാല ഇങ്ങനെ കയറ്റി വിടുകയാണ്. തുപ്പണമെന്ന് രാവിലെ മുതൽ ഈ തുപ്പലോടെ തുപ്പൽ വെളിയിലോട്ട് ഫുള്ള്. സാർമാരുടെ ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തെല്ലാം തുപ്പി വെച്ച്. എന്താണ് ഈ കാണിക്കുന്നത്? കഫ അതുപോലെ വരുമ്പോഴല്ലേ തുപ്പണ്ടേ ഉള്ളൂ. ഇത് കഫമൊന്നും ഇല്ല, ഒരു ശീലമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ എന്തൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈബുഹും സബആ, ചെറിയ പ്രായം മുതൽ 7 വയസ്സ് വരെ കുട്ടികളോട് കളിതമാശകളിലൂടെ ബന്ധപ്പെടണേ. 7 വയസ്സെത്തിയത് മുതൽ 14 വയസ്സ് വരെ അദ്ദിബുഹും സബആ, അവരോട് മര്യാദകൾ പഠിപ്പിക്കണേ. നമസ്കരിക്കാൻ വേണ്ടി പറയണേ, നോമ്പ് നോക്കാൻ വേണ്ടി പറയണേ. 10 വയസ്സെത്തിയിട്ടും നോമ്പ് നോറ്റില്ല, നിസ്കരിച്ചില്ല എങ്കിൽ മുറിവ് പറ്റാത്ത നിലയിലുള്ള അടികൾ നൽകി വാപ്പ മകനെ പള്ളിയിലേക്ക് കൊണ്ടുപോകണേ. ഉമ്മ മകളെ ചേർത്ത് നിർത്തിയുണ്ട് വീടിന്റെ അകത്തളങ്ങൾ തന്നെ അവല വക്കത്തിലെ നമസ്കാരങ്ങൾ നിലനിർത്തണേ. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ മര്യാദകൾ പഠിപ്പിക്കേണ്ടതായ സമയമാണ്. അദ്ദിബുഹും സബആ, എങ്ങനെയാണ് പൊന്നുമോനെ ഭക്ഷണം കഴിക്കേണ്ടത്,
എങ്ങനെയാണ് പൊന്നുമോനെ വെള്ളം കുടിക്കേണ്ടത്? ബിസ്മി ചൊല്ലി കഴിക്കണേ. ആദരവായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ആദരവായ പ്രവാചകന്റെ തിരുസവിധത്തിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോടൊപ്പം ഒരു ചെറിയ പൊന്നുമോൻ വന്നിരിക്കുകയാണ്. അവനതാ സദസ്സിലുള്ള ഭക്ഷണത്തിലേക്ക് നടുക്കേക്ക് കൈയിട്ടപ്പോൾ പ്രവാചകൻ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നുമോനെ ചെയ്യരുതേ, നീ ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കണേ. വകുൽ മിമ്മാ യലീകാ, നിന്റെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള മര്യാദകൾ പഠിപ്പിക്കണം. ചില കുട്ടികൾക്ക് അറിയില്ല ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്. ഒരു സദസ്സിൽ വരുമ്പോൾ ഒരു ഭക്ഷണമാണ് വിളമ്പി വെച്ചിരിക്കുന്നത്, ഒരേ ഭക്ഷണമാണ്. അപ്പൊ നടുക്കോട്ട് കൈയിടാൻ പാടില്ല. എവിടെ നിന്ന് തുടങ്ങണം? അടുത്ത് തന്നെ തുടങ്ങണം. ബിസ്മി ചൊല്ലി കഴിക്കൻ, അതാണ് മർമ്മപ്രധാനം. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തേതാകുന്ന ഭക്ഷണം കഴിച്ച സമയത്ത് നമ്മളിൽ ആരെങ്കിലും ബിസ്മി ഓർമ്മ വെച്ച് ചൊല്ലിവരുണ്ടോ? വളരെ കുറവാണ്. ബിസ്മി ഇന്ന് വളരെ കുറവാണ്, കുറഞ്ഞുപോയി. വാപ്പ തന്നെ ഉറക്കെ ബിസ്മില്ലിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലിയൊരു അറിവാണ് സമ്മാനിക്കുന്നത്. മക്കൾക്കത് കേട്ടുകൊണ്ട് ചെല്ലാനുള്ള ഒരു ഉണർവ് വരും. ബാപ്പയും ഉമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവട്ടെ. എന്തിനാണ് ഈ വിള്ളലുകൾ? കുടുംബജീവിതം വിള്ളലുകൾ അകപ്പെട്ടു പോയി. പരസ്പരം ഒരുമിച്ചിരുന്നുകൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ തീന്മേശകൾ മാറ്റപ്പെടട്ടെ. ഒരുപക്ഷെ രാവിലെ സാധ്യമാവൂല, തിരക്കാൻ. ഉച്ചയ്ക്കും സാധ്യമാകൂല, വാപ്പ ജോലി സ്ഥലത്താണ്, ഉമ്മ മറ്റൊരു ജോലിയിലാണ്, മകൻ സ്കൂളിലാണ്. വൈകിട്ട് സാധ്യമാകും, എല്ലാവരും ഒരുമിച്ചുണ്ട്. റാഹത്തായി ഒരുമിച്ച് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ വരട്ടെ. വാപ്പയും ഉമ്മയും ഒക്കെ ഒരുമിച്ചിരിക്കട്ടെ. എന്തിനാണ് അകൽച്ച? ഉമ്മ പിന്നീട് എന്താണ്, ആരാണ് ആചാരം കൊണ്ടുവന്നത്? ഉമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരിക്കട്ടെ. ഒരുമിച്ചിരുന്നു കൊണ്ടൊരു തീന്മേശയിൽ നിന്ന് ആഹാരം കഴിക്കട്ടെ. അവരെ അകറ്റി നിർത്തേണ്ടവരല്ല. സ്ത്രീകൾക്ക് പ്രത്യേകം സ്വാതന്ത്ര്യം കൊടുത്ത മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. പ്രത്യേകമാകുന്ന സ്ഥാനം കൊടുത്ത മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ടാണ് ഡോക്ടർ വന്ദന എന്ന പേരിൽ അറിയപ്പെടുന്നതാകുന്ന ഒരു ലേഡി ഡോക്ടർ മരണപ്പെട്ടു പോയപ്പോ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങളടക്കം വല്ലാതെ വേദനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കാരണം സ്ത്രീകൾക്ക് വല്ലാതെ സ്ഥാനം കൊടുത്ത മതമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം. പ്രതിയായി ചേർക്കപ്പെട്ടതാകുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സിക്കാൻ വേണ്ടി വന്ന തന്റെ കാലിൽ നിന്ന് ഒഴുകി വരുന്ന രക്തങ്ങൾ പരിപൂർണമായി ഒപ്പിയെടുത്ത് പരിപൂർണമായി ശുശ്രൂഷ നൽകിക്കൊണ്ടിരുന്ന ഒരു ലേഡി ഡോക്ടറെ അതിദാരുണമായി കൂടെയുള്ളവരെ കുത്തുന്നതിനോടൊപ്പം കത്രിയെടുത്തുകൊണ്ട് നെഞ്ചിലും പുറകിലുമൊക്കെ മലർത്തിക്കടത്തിയിട്ട് അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കുത്തേൽപ്പിച്ച് മാരകമാകുന്ന മുറിവുകൾ സമ്മാനിപ്പിച്ച് അവരെ എന്നേക്കുമായി ലോകത്ത് നിന്ന് പറഞ്ഞയച്ചപ്പോ ആ വന്ദന എന്ന് പറയുന്ന സ്ത്രീകളോട് ആദരസൂചകമായി എല്ലാ മെമ്പറുകളും ചലിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് അവരുടെ കുടുംബത്തിന് ആശ്വാസം പകരാൻ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ ചേർന്ന് നിന്നത് മുസ്ലിം സമുദായത്തിൽ അത്രമേൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് കൊണ്ടാണ്. ലോകത്തുള്ള മുഴുവൻ സഹോദരിമാർക്കും ജീവിക്കുവാനും വിദ്യാഭ്യാസം നുകരുവാനും പരിശുദ്ധമാക്കപ്പെട്ടതായ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും എല്ലാ നിലക്കും മനുഷ്യത്വപരമായി ജീവിക്കുവാനും വേണ്ടുന്ന പരിപൂർണമായ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. എത്രയോ പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ്, എത്രയോ ദുഃഖങ്ങൾ സഹിച്ചിട്ടാണ്, എത്രയോ ദിവസങ്ങൾ സഹിച്ചിട്ടാണ് അല്ലേ ഒരു വലിയതാകുന്ന ഡോക്ടറായി മാറുന്നത്. എത്രയോ ദിവസത്തെ ഉറക്കമൊഴിപ്പാണ്. എത്രയോ ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി അവരെ ശാസിച്ചിട്ടുണ്ട്. അവരുടേതാകുന്ന ആളുകളുടെ എത്രയോ വലിയ ഡോക്ടർമാരുടെ കീഴിൽ നിൽക്കുമ്പോൾ അവഹേളനങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, കുത്തുവാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും രാത്രിയുടെ യാമങ്ങൾ ഉറക്കമൊഴിച്ചും എത്രയോ പേപ്പറുകൾ എഴുതിയും പലപ്പോഴും പല പരീക്ഷകൾ തോറ്റിട്ടും വീണ്ടും വീണ്ടും എഴുതി ജയിച്ച എത്ര ഡോക്ടർമാർ. വലിയ സേവനമാണ്, സുദീർഘമായ സേവനമാണ് അവർ ചെയ്യുന്നത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ എല്ലാ ഡോക്ടർമാർക്കും. അതിലൊന്നും മതം നമ്മൾ ചേർക്കാൻ പാടില്ല. അള്ളാഹു പരിപൂർണമായ ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ഹൈറായ പകരക്കാരെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ദുഃഖത്തിലും പ്രയാസത്തിലും ഉള്ള ആ കുടുംബത്തോടൊപ്പം നമ്മളും ഈ സദസ്സും ചേർന്ന് നിൽക്കുകയാണ്. ഞാനെൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം എത്രമേൽ വലുതാണ്, എത്രമേൽ വലുതാണ്. സ്ത്രീകൾക്കും പറഞ്ഞു വിജ്ഞാനം നുകരാൻ, പുരുഷന്മാരോടും പറഞ്ഞു അറിവ് നുകരാൻ. ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ. നിങ്ങൾ അക്കാലഘട്ടത്തിൽ സൗദിയിൽ നിന്ന് ചൈനയിലേക്ക് പോവുക വളരെ പ്രയാസകരമാണ്. അത്ര ദുർഘടമാകുന്ന യാത്ര ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ വിജ്ഞാനം നേടണേ എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവ് വേണം, അറിവ് എപ്പോഴും വേണ്ടതാണ്. അതിനൊരു പ്രായപരിധിയൊന്നുമില്ല, ഏത് സമയത്തും പഠിക്കാം. നമ്മുടെയൊക്കെ എത്രയോ ഉമ്മമാര് 40-50 ഒക്കെ കഴിഞ്ഞവർ ഇപ്പോഴും 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്.
വിദ്യാഭ്യാസം നുകരട്ടെ, അറിവ് സായുക്തമാകട്ടെ, ഓൺലൈനായി പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. എന്തിനാണ് വെറുതെ റൂമിലിരിക്കുന്നത്? വീട്ടിൽ ഈ അടുത്ത ഒരു ലേഡിയുടെ ചിത്രം വ്യക്തമായി കാണപ്പെടുകയുണ്ടായി. ഏകദേശം അവർക്ക് വയസ്സ് 50-ന് പുറത്താണ്. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താലും മതി. ഏകദേശം 6-7 PhD അവരെടുത്തു കഴിഞ്ഞു വ്യത്യസ്ത വിഷയങ്ങളിൽ. വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ പഠിക്കാൻ. പ്രായമൊന്നും വിദ്യാഭ്യാസം നുകരുന്നതിൽ ഒരു പരിധിയില്ല. നമ്മളിൽ പലരും പറയും, ഓ ഞാനിപ്പോ ഇതിനെല്ലാം കഴിഞ്ഞു ഉസ്താദേ. ഒന്നുമില്ല, വിദ്യാഭ്യാസം നുകരണം, അറിവ് സമ്പാദിക്കണം, നല്ലതുപോലെ പഠിക്കണം, മനസ്സിലാക്കണം, അള്ളാഹു ആരാണെന്ന് പഠിക്കണം, ദീൻ എന്താണെന്ന് പഠിക്കണം. കാരണം ഇവിടെ എത്തിസത്തിന്റെ ആളുകൾ കൂടി വരികയാണ്. അവർക്ക് മുന്നിൽ പരിശുദ്ധമായ ദീനിനെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കണമെങ്കിൽ, അതിനപ്പുറം മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ തീർച്ചയായും നീ ദീൻ പഠിച്ചുകൊണ്ടിരിക്കണം. വിദ്യാഭ്യാസത്തിൻ്റെതാകുന്ന ആവശ്യകത അതാണ്. ഭൗതികതയേക്കാൾ നമ്മൾ താല്പര്യം കാണിക്കേണ്ടത് എന്തിനാണ്? ആത്മീയമായ അറിവാണ്. കാരണം ഭൗതിക അറിവ് കൊണ്ട് ഉണ്ടായിത്തീരുന്നത് ചിലതും നാശത്തിലേക്ക് തന്നെയാണ്. പറയാതെ വയ്യ.